അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ശക്തനായ നേതാവല്ല. ട്രംപിനേക്കാൾ മികച്ച നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു നേതാവെന്ന നിലയിൽ മോദിയുടെ ഭരണവും നയങ്ങളിലെ സ്ഥിരതയും അദ്ദേഹത്തെ പല യൂറോപ്യൻ നേതാക്കളെക്കാളും കരുത്തനാക്കുന്നു. ട്രംപിനെ ഇകഴ്ത്തി മോദിയെ പ്രശംസിച്ച് US രാഷ്ട്രീയ വിദഗ്ധൻ ഇയാൻ ബ്രമർ പറഞ്ഞ വാക്കുകളാണിത്. സ്വന്തം രാജ്യക്കാർ വരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ട്രംപിന്റെ ഭരണം. എന്നാൽ ഇന്ന് മോദിയുടെ കരുത്ത് ലോകരാജ്യങ്ങൾ വരെ അംഗീകരിക്കുന്നതുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോദി ട്രംപിനേക്കാൾ മികച്ച സ്ഥാനത്താണ്. മോദിയുടെ ദീർഘകാല ഭരണം ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. ഈ ഭരണകാലം അദ്ദേഹത്തിന്റെ ദൂരവ്യാപകമായ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും അവയുടെ ദീർഘകാല നേട്ടങ്ങൾ കാണാനുമുള്ള അവസരം നൽകുന്നു. നിരന്തരമായ തെരഞ്ഞെടുപ്പ് സമ്മർദ്ദവും രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുന്ന ട്രംപിനോ പല യൂറോപ്യൻ നേതാക്കൾക്കോ ഇത് സാധ്യമല്ല. സമീപ വർഷങ്ങളിൽ തന്നെ ഇതിന് ഉദാഹരണങ്ങളുണ്ട്. ഒരു നേതാവെന്ന നിലയിൽ മോദിയുടെ ഭരണവും നയങ്ങളിലെ സ്ഥിരതയും അദ്ദേഹത്തെ പല യൂറോപ്യൻ നേതാക്കളെക്കാളും കരുത്തനാക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉറപ്പിക്കാനും അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ നന്നായി നേരിടാനും സഹായകമാകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തീരുവകൾ ഏർപ്പെടുത്തുന്നതിലൂടെയും യുദ്ധങ്ങൾ നിർത്തുന്നതിലൂടെയും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്നതിലൂടെയും അമേരിക്ക നേട്ടം സ്വന്തമാക്കിയെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ തച്ചുടയ്ക്കുന്നതായിരുന്നു ബ്രമറിന്റെ പ്രസ്താവന. കൂടാതെ ഷീ ജിൻപിങ്ങിനെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെങ്കിലും അതിന്റെ പ്രസിഡന്റ് ഏറ്റവും ശക്തനായ നേതാവാണെന്ന് അർത്ഥമാക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രസിഡന്റ് ട്രംപ് ഏറ്റവും ശക്തനായ നേതാവല്ല, ഷീ ജിൻപിങ് കരുത്തനാണ്. ഇതിനുള്ള ഏറ്റവും വലിയ കാരണം ഷീ ജിൻപിങ് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നില്ല, സ്വതന്ത്ര ജുഡീഷ്യറി പോലുള്ള സ്ഥാപനപരമായ വെല്ലുവിളികൾ നേരിടുന്നില്ല എന്നതാണ്. ട്രംപ് 3 വർഷത്തിനുള്ളിൽ സ്ഥാനം ഒഴിഞ്ഞേക്കാം. അതേസമയം ഷീ ജിൻപിങ് ദീർഘകാലം അധികാരത്തിൽ തുടരും. ട്രംപ് മാധ്യമങ്ങളിലും തലക്കെട്ടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഷീ ജിൻപിങ് അദ്ദേഹത്തെക്കാൾ വളരെ ശക്തനായ നിലയിലാണ്. മോദിയും ട്രംപിനേക്കാൾ മികച്ച സ്ഥാനത്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രാഫ് താഴേക്കെന്ന് പുതിയ സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ദ ന്യൂയോർക്ക് ടൈംസും സിയോന യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ട്രംപ് തെറ്റായ വിഷയങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടതായി സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമ്പത്തികവും സാമൂഹികവുമായ കാര്യങ്ങളിൽ ട്രംപിന്റെ നിലപാടുകൾ അമേരിക്കക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് ചെയ്യുന്നതെന്നും ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. പ്രതിരോധം, കുടിയേറ്റം, റഷ്യ യുക്രൈൻ യുദ്ധം, വെനസ്വേലയിലെ കടന്നുകയറ്റം തുടങ്ങിയ കാര്യങ്ങളിലെ ട്രംപിന്റെ നയത്തെ ഭൂരിഭാഗം അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്നില്ല എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണം തന്നെ ഒരു പരാജയമായിരുന്നു എന്ന് 58% ആളുകൾ സർവേയിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ നിലപാടുകൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മോശമാക്കിയെന്ന് 49% പേർ പറയുന്നു. എന്നാൽ 32% വോട്ടർമാർ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന അഭിപ്രായക്കാരാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന തടയാൻ ട്രംപ് കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന നിലപാട് 64% വോട്ടർമാർക്കുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന 42% റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണെന്നാണ് സർവേ വെളിപ്പെടുത്തുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.